ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ വേവി കർവ് മെത്തേഡിൻ്റെ കണ്ടിന്യൂവേഷനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. x plus 1 power 4 into x plus 3 by x minus 2 power 3 into x square plus 1 is greater than or equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എപ്പോഴാണ് പറ്റാത്തത്? നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ സൈന് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയാൻ പറ്റാത്ത കേസിലാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ നോക്കിക്കേ, എക്സ് മൈനസ് 2 ക്യൂബ്, അത് എക്സ് ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ സൈന് വ്യത്യാസമായിരിക്കും. നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ, അതായത് എക്സിന് ഇപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ 5 മൈനസ് 2 ക്യൂബ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടും അല്ലേ. ഇനി എക്സിന് ഒരു നെഗറ്റീവ് നമ്പർ കൊടുത്തു, അല്ലെങ്കിൽ 2-നേക്കാളും ചെറിയ നമ്പർ, ഇപ്പോൾ 1 കൊടുത്താൽ 1 മൈനസ് 2 മൈനസ് 1 ക്യൂബ്, അത് നെഗറ്റീവാണ് വരുന്നത്. അപ്പം നെഗറ്റീവ് വെച്ച് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ ഓഫ് ദ ഇനീക്വാലിറ്റി ചേഞ്ച് ആവും. പക്ഷേ ഈ ഒരു കേസിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എക്സിന് എക്സ് മൈനസ് 2 ക്യൂബിന് എന്ത് സൈൻ ആയിരിക്കും എന്നും അറിയില്ല. സോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ടേമുണ്ട്. ഏത് പോസിറ്റീവ് നമ്പറിനെ ആയാലും നെഗറ്റീവ് നമ്പറിനെ ആയാലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവാണ് കിട്ടുക. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈന് നമുക്ക് മനസ്സിലായി, ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ് എന്നുള്ളത്. സോ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എക്സ് പ്ലസ് 1 പവർ 4 എക്സ് പ്ലസ് 3 ബൈ എക്സ് മൈനസ് 2 പവർ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ദെൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഇനി ചെയ്യാനുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? നമ്മൾ ചെയ്തിരുന്നത് ആദ്യം നോക്കാനുള്ളത് ഇതെല്ലാം ലീനിയർ ഫാക്ടേഴ്സ് ആണോ നോക്കും. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണെന്നും നമുക്ക് കിട്ടി. ഇനി ഈ ലീനിയർ ഫാക്ടേഴ്സ്, അതായത് അതിനെ ഈക്വേറ്റ് ടു 0 ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അവിടെ കിട്ടും. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് വരിക? -1 വരും, അതേപോലെ തന്നെ -3 വരും, ദെൻ 2 വരും. ഇത് 3 ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സ് നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. സോ -3 -1 2. ഇനി എന്ത് ചെയ്യും? ഇവിടെ 4 റീജിയൻസ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഓരോ റീജിയൻസിലും ഇതിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, മൊത്തത്തിലുള്ള വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുക? ഈ 2ന് ഇപ്പുറത്ത് ഒരു നമ്പർ എടുക്കുക. അതായത് 3 എന്ന് പറഞ്ഞ നമ്പറാണ് എടുത്തതെങ്കിൽ 3 + 1 പവർ 4 ഇതൊരു പോസിറ്റീവ് ആയിരിക്കും. 3 + 3 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. 3 - 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അപ്പം നമ്മൾ ഇവിടെ പോസിറ്റീവ് എടുത്തു. ഇനി -1നും 2നും ഇടയ്ക്ക് 0 എന്ന് പറയുന്ന വാല്യൂ എടുത്തു. 0 എന്ന് പറയുന്ന വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ ഇത് പോസിറ്റീവ്, ദെൻ ഇത് -2 ക്യൂബാണ്, നെഗറ്റീവ് വന്നു. അപ്പോൾ ഇവിടെ നെഗറ്റീവാണെന്ന് കിട്ടി. ഇനി -3ക്കും -1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ -2 എടുത്തു കഴിഞ്ഞാൽ -2 + 1 ഇവിടെ ഇത് പോസിറ്റീവ് വന്നു. ദെൻ -2 + 3 ഇതും പോസിറ്റീവ് വന്നു. -2 എന്ത് വന്നു? -2 -4 ക്യൂബ്, അത് നെഗറ്റീവാണ് വന്നത്. സോ ഇവിടെ നെഗറ്റീവ് എഴുതി. ദെൻ അടുത്തത് -3 കഴിഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഇവിടെ എടുക്കുമ്പോൾ -4 എടുത്തു. -4 എടുത്തു കഴിഞ്ഞാൽ -4 + 1 ഇവിടെ പോസിറ്റീവ് വന്നു. ദെൻ -4 + 3 ഇവിടെ നെഗറ്റീവ് വന്നു. -4 - 2 ഇവിടെ നെഗറ്റീവ് വന്നു. അപ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവാണ്. സോ അതിനുശേഷം എന്താ ചെയ്യുക? നമ്മുടെ പോസിറ്റീവായിട്ടുള്ള വാല്യൂസാണ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ റീജിയൻസാണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഉള്ളത്.
ഇനി എന്ത് ചെയ്യുക, ഈക്വൽ ടു 0 വരുന്നത് എവിടെയൊക്കെയാണ്, അതായത് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിലെ 2 ക്രിട്ടിക്കൽ പോയിൻറ്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അതായത് -3യും ഇൻക്ലൂഡ് ചെയ്യും, അതേപോലെ തന്നെ 1ഉം -1ഉം ഇൻക്ലൂഡ് ചെയ്യും. എന്നാൽ -2 ഇൻക്ലൂഡ് ചെയ്യോ ഇല്ല, -2 ഇൻക്ലൂഡ് ഇല്ല എന്ന് പറയുന്നത്, അതായത് x=-2 വന്നു കഴിഞ്ഞാൽ, അതായത് x=2 വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആയിട്ടാണ് വരുന്നത്. സോ 2 എന്ന് പറയുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ വാല്യൂ എന്താണ് ഇവിടെ കിട്ടുന്നത്? ഇവിടെ കിട്ടുന്നത് x belongs to -∞ to -3. -3യുടെ അവിടെ ഡാർക്ക് സർക്കിളാണ്, അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. -∞ അവിടെ ഓപ്പൺ ആയിരിക്കും. യൂണിയൻ ഓപ്പൺ ഇൻ്റർവെൽ 2, യൂണിയൻ കേർലി ബ്രാക്കറ്റിനകത്ത് -1. ഇതാണ് നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, കേർലി ബ്രാക്കറ്റിനകത്ത് -1. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ എക്സിന് ഈ ഇത്രയും വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് അർത്ഥം. ഇതല്ലാതെ നമുക്കൊരു ഷോർട്ട് കട്ടിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തു. അതായത് ABC എന്നുള്ളതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് ഇരിക്കട്ടെ. ABC ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് ഇരിക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഓരോ പോർഷൻസിലും ഓരോ റീജിയൻസിലും ഈ ഒരു വാല്യൂ എത്രയാണെന്ന്, അതായത് സൈന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഇതിനെ ലീനിയർ ഫാക്ടേഴ്സായിട്ട് മാറ്റും. ലീനിയർ ഫാക്ടേഴ്സായിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവായിട്ട് മാറ്റണം. ഓക്കെ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നോക്കാനുള്ളത് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഓരോ റീജിയൻസിലെയും സൈന് നമ്മളെങ്ങനെയാണ് എഴുതുക? ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് കൊടുക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ പോസിറ്റീവ് കൊടുത്തിട്ട് ദെൻ ആദ്യത്തെ ക്രിട്ടിക്കൽ പോയിൻ്റ് നമുക്ക് കിട്ടും. ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടുന്നതിൻ്റെ ലീനിയർ ഫാക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ പവർ നോക്കുക. ആ പവർ എന്ന് പറയുന്നത് ഓടാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സൈന് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പ്ലസ് വന്നു ദെൻ മൈനസ് ഇടും. ഇനി ആ പവർ എന്ന് പറയുന്നത് ഈവൻ ആണെന്നിരിക്കട്ടെ. അത് ഈവൻ ആണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നെക്സ്റ്റ് റീജിയണിലെ സൈന് സെയിം സൈന് തന്നെയായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ആ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ്? x+1/4 x+3 ദെൻ x-2³ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ -3 -1 2 എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ പോസിറ്റീവ് കൊടുത്തു. അതിനുശേഷം ആദ്യത്തെ ക്രിട്ടിക്കൽ പോയിന്റ് നോക്കിയേ 2 ആണ്. ഇപ്പോൾ 2 എന്ന് പറയുന്നതിൻ്റെ പവർ 3 ആണ്. അതൊരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ റീജിയണിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ നെഗറ്റീവായി മാറും. ഓക്കെ, ദെൻ അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് വന്നു -1 ആണ്. -1ൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ആണ്. ഈവൻ വന്നു കഴിഞ്ഞാൽ സൈന് ചേഞ്ച് ആവില്ല. അപ്പോൾ ഇവിടെ നെഗറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് തന്നെ വരും. ദെൻ അടുത്ത പോയിൻ്റ് എടുക്കുക. അടുത്ത ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ -3 ആണ്. അടുത്ത ക്രിട്ടിക്കൽ പോയിൻ്റ് -3 ആണ്. -3യുടെ പവർ നോക്കുക. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പറാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഓഡ് വന്നു കഴിഞ്ഞാൽ സൈന് ചേഞ്ച് ആകും. ഓക്കെ, ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്
നമുക്ക് ഫംഗ്ഷൻ വേണ്ടത്. സോ ഗ്രേറ്റർ ദാൻ വന്നിരിക്കുന്ന എല്ലാ പോർഷൻസും നമ്മൾ എടുത്തു. ഇനി ഈക്വൽ ടു 0 വരുന്നതും കൂടെ എടുക്കണം. അപ്പോൾ -1ലും -3ലും ഈക്വൽ ടു 0 ആണ്. അപ്പോൾ -3 ഇൻക്ലൂഡഡ് ആണ്, ദെൻ -1ഉം ഇൻക്ലൂഡഡ് ആണ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻക്ലൂഡഡ് ആണോ? ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും? അവിടെ ഓപ്പൺ സർക്കിൾ ആയിരിക്കും. കാരണം എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരുന്നതാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ 0, ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും ഡിനോമിനേറ്ററിലെ ക്രിട്ടിക്കൽ പോയിൻറ്റ് നമ്മളെപ്പോഴും ഹോളോ സർക്കിളാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? എക്സ് ബിലോങ്സ് ടു -∞ ടു -3 യൂണിയൻ 2 ടു ഇൻഫിനിറ്റി യൂണിയൻ കേർലി ബ്രാക്കറ്റിനകത്ത് -1. ഇത്രയാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇത്രയാണ് നമുക്കിവിടെ കിട്ടിയത്. സോ ഇങ്ങനെയാണ് നമുക്ക് വേവി കർവ് മെത്തേഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഒരു സൈനിൻ്റെ കേസ് ഞാൻ പറഞ്ഞാലോ. സൈനിൻ്റെ കേസ് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് 4 - 3x ഇൻറ്റു 2 - 4x ഇൻറ്റു x - 3 is greater than or equal to 0 വന്നെന്ന് വെച്ചു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടുന്ന് നെഗറ്റീവ് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ? അല്ലെങ്കിൽ ഇവിടെ 4 - 3x എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആണുള്ളത് അല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആണുള്ളത്. ഇപ്പുറത്തും നമ്മുടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. സോ ഇവിടെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് -4 + 3x എന്ന് വരും. -4 + 3x എന്ന് വരും. ദെൻ ഇവിടെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് വരും? 4x - 2 എന്ന് വരും. അപ്പോൾ 2 തവണ നമ്മളിവിടെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യത്തെ തവണ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി മാറി. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി വീണ്ടും ചെയ്ത് ഈ ഒരു സിമിലർ ഇനീക്വാളിറ്റി സൈൻ തന്നെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ 2 നെഗറ്റീവ് വാല്യൂസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവാതിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഇതിന്ന് നെഗറ്റീവ് കോമൺ എടുത്തു. നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ 3x - 4 എന്ന് വരും. ഇവിടെ നിന്ന് നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ 4x - 2 എന്ന് വരും അല്ലേ? x - 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആയി കഴിഞ്ഞു. സോ നമുക്ക് 3x - 4 ഇൻറ്റു 4x - 2 ഇൻറ്റു x - 3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി ഇവിടുത്തെ n പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഒന്ന് വരുന്നത് 3 വരും, പിന്നെ ഒന്ന് 4/3 വരും, ഒന്ന് 1/2 വരും. അപ്പോൾ 1/2 മാർക്ക് ചെയ്തു, 4/3 മാർക്ക് ചെയ്തു, ദെൻ 3 മാർക്ക് ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഇനിയിപ്പോൾ ഓരോ റീജിയൻസിലെയും സൈൻ എന്താണെന്ന് നമുക്ക് നോക്കണ്ട. കാരണം നമ്മളിവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആയി കഴിഞ്ഞു. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയി കഴിഞ്ഞു. n പോയിൻറ്റ്സും അല്ല ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ പോസിറ്റീവ് എടുത്തു. ദെൻ x - 3 ആണ്. അത് ഇതിൻ്റെ പവർ ഓടാണ്. ഓട് വന്നു കഴിഞ്ഞാൽ സൈന് നമ്മൾ ചേഞ്ച് ചെയ്യും. ദെൻ അടുത്തതിൻ്റെതും ഓടാണ്. സോ സൈൻ ചേഞ്ച് ചെയ്തു. അടുത്തതിൻ്റെ ഓടാണ്, സൈൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, സൈൻ ചേഞ്ച് ചെയ്തു. ഇനി ഗ്രേറ്റർ ദാൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതുമായിരിക്കും. ദെൻ ഇത് n പോയിൻറ്റ്സ് എല്ലാം, അതായത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എല്ലാം ഈ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈക്വൽ ടു 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ എടുക്കും. സോ നമുക്ക് എന്താണ് കിട്ടുന്നത്? എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 1/2, 4/3 യൂണിയൻ 3, ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്.
x minus 4 power 2023, x plus 8 power 2024. Then x plus 1 by x power 2026, x power x minus 2 power 7 and x plus 3 power 3 and x plus x minus 6 power 9, x plus 9 power 2022 is less than or equal to 0. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? എൻ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യണം. അതായത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. ആദ്യം നോക്കേണ്ടത് ഏതെങ്കിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവായിട്ടുണ്ടോ? ഇല്ല അല്ലേ. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 0 ആണെന്നും കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ലൈനിൽ ഈ തന്നിരിക്കുന്ന എല്ലാ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ എക്സ് എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. ഈ ഒരു കേസിൽ എക്സ് എന്ന് പറയുന്നത് -1 ആണെന്ന് കിട്ടി. ദെൻ ഇവിടുത്തെ കേസ് എക്സ് എന്ന് പറയുന്നത് 2 കിട്ടി. ദെൻ എക്സ് 4 ഉണ്ട്. ദെൻ എക്സ് 6 ഉണ്ട്. ഓക്കെ, ദെൻ ഇപ്പുറത്ത് -3 ഉണ്ട്. ദെൻ -8 ഉണ്ട്. -9 ഉണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് താഴെ 1 2 3 4 5 മുകളിൽ 3 എണ്ണം. 5 3 8. സോ മൊത്തത്തിൽ 8 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ പോസിറ്റീവ് കൊടുത്തു. ഇനി 6 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിൻ്റ് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ പവർ നോക്കുക, അത് ഓടാണ്. ഓട് വന്നു കഴിഞ്ഞാൽ സൈന് റിവേഴ്സ് ചെയ്യും. ദെൻ 4 എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? 4 ഇവിടെയാണ് വരുന്നത്. ഓടാണ്, സൈൻ റിവേഴ്സ് ചെയ്തു. ഓക്കെ, ദെൻ 2 വരുന്നത് ഡിനോമിനേറ്ററിൽ ഇവിടെ പവർ 7 ആണ്. സോ റിവേഴ്സ് ചെയ്തു. ദെൻ 0 വരുന്നത് 2026, അത് ഈവൻ ആണ്. സോ സൈന് സെയിം തന്നെയായിട്ട് ഉണ്ട്. -1 വരുന്നത് ഓഡ് പവറിലാണ്. സോ സൈന് റിവേഴ്സ് ചെയ്തു. ദെൻ -3 വരുന്നത് ഓഡ് പവറിലാണ്. സൈൻ റിവേഴ്സ് ചെയ്തു. ദെൻ -8 വരുന്നത് ഈവൻ പവറിലാണ്. സൈന് സെയിം തന്നെയാണ്. ദെൻ -9 വരുന്നത് 2022, അതൊരു ഈവൻ പവറാണ്. സോ സൈന് സെയിം തന്നെയായിട്ട് വന്നു. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ ഉള്ളത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുക. ഇത്രയും 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 ദെൻ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു വരുന്നത് ന്യൂമറേറ്ററിലെ എല്ലാ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഡിനോമിനേറ്ററിലെ ഒന്നും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അപ്പോൾ ന്യൂമറേറ്ററിലുള്ളത് 4ഉം -8ഉം -1ഉം ആണ്. അപ്പോൾ -8 ഇൻക്ലൂഡഡ് ആണ്. -1 ഇൻക്ലൂഡഡ് ആണ്. ദെൻ 4ഉം ഇൻക്ലൂഡഡ് ആണ്. ബാക്കിയുള്ളതെല്ലാം ഇൻക്ലൂഡഡ് അല്ല. സോ ഇതല്ല, ഇതില്ല, ദെൻ ഇതില്ല, ഇതില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റർവൽ റെപ്രസെൻറ്റേഷനായിട്ട് എഴുതണം. ഇൻ്റർവൽ റെപ്രസെൻറ്റേഷനായിട്ട് എഴുതുമ്പോൾ
എക്സ് ബിലോങ്സ് ടു ആദ്യത്തത് ഇതാണ്, അതായത് -∞ to -9 യൂണിയൻ -9 to -3 യൂണിയൻ -1 to 0 യൂണിയൻ 0 to 2 യൂണിയൻ 4 to 6. സോ ഇങ്ങനെയാണ് നമ്മളിവിടുത്തെ ഇൻ്റർവെൽ റെപ്രസെൻറ്റേഷൻ എഴുതുന്നത്. ഓക്കെ, ഇതല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലാതെ എഴുതുന്ന സമയത്ത് എക്സ് ബിലോങ്സ് ടു -∞ to -3 -∞ to -3 എഴുതി. ഓക്കെ, ദെൻ എഴുതുന്നത് -1 to 2 എഴുതി. ദെൻ 4 to 6 എഴുതി. ഇനി ഇതിനകത്തുനിന്ന് ഈ -9 കളയണം. അപ്പോൾ -9 കളഞ്ഞു. പിന്നെ ഏതാ ഇവിടെ കളയാനുള്ളത്? ഇവിടെ 0 കളയാനുണ്ട്. സോ 0 കളഞ്ഞു. സോ ഇങ്ങനെ എഴുതിയാലും ഇതിവിടെ കറക്റ്റാണ്, കാരണം -9 ഇല്ല 0 ഇല്ല, ബാക്കിയെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ട്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് (x² - 8x - 20 < > 0 ആൻഡ് 4x - 2/x² is greater than 0 ആണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ ലൈനിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് (x² - 8x - 20 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x - 10 ഇൻറ്റു x - 2 എന്ന് നമുക്ക് എഴുതാം. x+2 എന്ന് എഴുതാം. അതായത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -20, ആഡ് ചെയ്യുമ്പോൾ -8 വന്നു. < > 0 ആണ്. ഇവിടുത്തെ കേസ് 4x - 2/x² is greater than 0 എന്നും വന്നു. ആദ്യത്തേത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ -2 കിട്ടും, അതേപോലെ തന്നെ 10 കിട്ടും. ദെൻ ആദ്യം പോസിറ്റീവാണ്, പിന്നെ നെഗറ്റീവാണ്. ഓക്കെ, ദെൻ അടുത്തത് പോസിറ്റീവാണ്. സോ ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് < > 0 ആണ്. അപ്പോൾ < > 0 എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് ആണ് നമുക്ക് വരുന്നത്, -2 to 10. ഇനി ഇതിവിടെ മാർക്ക് ചെയ്യണം. ഇതിവിടെ മാർക്ക് ചെയ്യുമ്പോൾ greater than 0, അതായത് 0 എന്ന് പറയുന്ന ഒരു എൻ പോയിൻറ്റും വരും, 1/2 എന്ന് പറയുന്ന ഒരു എൻ പോയിൻറ്റും കൂടെയാണ് ഇവിടെ വരുന്നത്. സോ ആദ്യത്തേത് നമ്മൾ പോസിറ്റീവ് എടുത്തു. ഇനി 1/2ൻ്റെ കേസിൽ ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ ഓടാണ്. ഓട് വന്നു കഴിഞ്ഞാൽ സൈന് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് 0 വന്നു. 0യുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 എന്ന് പറയുന്നത് ഈവൻ ആണ്. ഈവൻ ആയതുകൊണ്ട് തന്നെ സൈൻ എന്ന് പറയുന്നത് സെയിം സൈൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഈവൻ ആയതുകൊണ്ട് സെയിം സൈൻ തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ, ദെൻ അടുത്തത് ഇവിടുത്തെ മാർക്ക് ചെയ്യുന്നത് എന്താ? < 0 ആണ് വന്നിരിക്കുന്നത്. < 0 വന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ഹോളോ സർക്കിളും ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് വന്നിരിക്കുന്നത് ഒരെണ്ണം മാർക്ക് ചെയ്യുമ്പോൾ ഇത് -2 ഉണ്ട്, ഇത് 10 ഉണ്ട്, ഇത് 0 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്, അല്ലേ? നെക്സ്റ്റ് 0 ഉണ്ട്, 1/2 ഉണ്ട്. സോ അതിവിടെ മാർക്ക് ചെയ്യുക. ആദ്യത്തെ കേസിൽ -2 to 10 ആണ്. അപ്പോൾ -2 to 10 വരെയുള്ളത് ഉണ്ട്. ദെൻ അടുത്തത് 1/2 to ഇൻഫിനിറ്റി ആണ്. സോ 1/2 to ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ഇൻ്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ ഒരു റീജിയൻ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് ബിലോങ്സ് ടു 1/2,
10 ഉണ്ട്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. അപ്പോൾ ഇങ്ങനെ സെമി ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇൻ്റർവെലാണ് ഇവിടെ എക്സിന് വരുന്നത്. ഇനി അടുത്ത കേസ് നോക്കിക്കേ. അടുത്ത കേസ് വന്നിരിക്കുന്നത് x+4/x-3 <2 ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ 0 ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ 2നെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ x+4x-3 -2 <0 എന്ന് വന്നു. ഓക്കെ, ദെൻ ഇവിടെ LCM എടുത്തു. x-3 ഉണ്ട്, ദെൻ x+4 ഉണ്ട്, -2 × x-3 എന്ന് വന്നു, <0. സോ ഇവിടെ ചെയ്യുമ്പോൾ -x വന്നു അല്ലേ. ദെൻ 4 + 6 10 എന്നും വന്നു. അപ്പോൾ -x+10 x-3 വന്നു, <0 എന്ന് വന്നു. ദെൻ ഇവിടെ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവാണ്. സോ അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ x-10 എന്ന് വന്നു, x-3 എന്നും വന്നു. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഇവിടുത്തെ n പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. n പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ 3 ഉണ്ട് 10 ഉണ്ട്. സോ ഇവിടെ എല്ലാം പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓടാണ് എല്ലാ പവേഴ്സും തന്നിരിക്കുന്നത്. സോ ഇവിടെ പോസിറ്റീവ് എഴുതി, നെഗറ്റീവ് എഴുതി, പോസിറ്റീവ് എഴുതി. ഓക്കെ, ദെൻ ഗ്രേറ്റർ ദാൻ ചോദിച്ചിട്ടുണ്ട്. സോ ഗ്രേറ്റർ ദാൻ ഇത്രയും ആയിരിക്കും. ദെൻ ഇവിടുത്തെ n പോയിൻറ്റ്സ്, അതായത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണോ? മാർക്ക് ചെയ്യേണ്ട. എന്തുകൊണ്ടാണ്? ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിന് നമ്മൾ ഹോളോ സർക്കിളാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ x ബിലോങ്സ് ടു -∞ to 3 യൂണിയൻ 10 to ∞ എന്ന് വന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ അടുത്ത ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനകത്ത് x² - 6x + 3 x² - 6x + 2 അല്ല -2 < ≤ 50 എന്ന് വന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു നോക്കിക്കേ, ഈ ഒരു എക്സ്പ്രഷൻ നോക്കിക്കേ. ഇത് നമുക്ക്, സോ ഇതിനെ നമുക്കിപ്പോൾ എന്താണ് ഫാക്ടേഴ്സായിട്ട് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഈ x² - 6x - 2നെ നമുക്ക് t ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x² - 6x + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ t+5 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം? t × t+5 എന്ന് പറയുന്നത് < ≤ 50 വന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ 0 ആക്കണം. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കാനായിട്ട് ഇപ്പുറത്തേക്ക് 50 കൊണ്ടുവന്നു. < ≤ 0 വന്നു. ദെൻ t² + 5t - 50 < ≤ 0 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? t + 10 × t - 5 < ≤ 0 വന്നു. ദെൻ tക്ക് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ x² - 6x - 2 + 10 എന്നും ദെൻ x² - 6x - 2 - 5 എന്നുള്ളതും നമ്മൾ എടുത്തു. ഓക്കെ, ഇറ്റ് ഈസ് < ≤ 0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതായത് ഇവിടെ t+10 എഴുതി, t - 5 എഴുതി. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടി. ദെൻ ഇതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ടിയുടെ വാല്യൂ. സോ അപ്പോൾ ഇവിടെ എന്ത് വരും? x² - 6x + 8 വരും. അതേപോലെ തന്നെ x² - 6x - 7 ആണ് ഇവിടെ വന്നിരിക്കുന്നത്, < ≤ 0. ഇനി ഈ ഒരു ക്വാഡ്രാറ്റിക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? x - 2 × x - 4 എന്ന് നമുക്ക് എഴുതാം. അതേപോലെ ഇവിടെ എന്ത് എഴുതാം? x - 7 × x + 1 എന്ന് എഴുതാം. < ≤ 0 ആണ്. < ≤ 0 ആണ്. ഇനി നമ്മൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. 2ഉം 4ഉം ഉണ്ട്, 7ഉം -1ഉം ഉണ്ട്. അപ്പോൾ -1 2 4 7. ദെൻ ഇവിടെ ആദ്യത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് പ്ലസ്, ദെൻ ഇവിടെ പവേഴ്സ് എല്ലാം ഓടാണ്. സോ +- എന്ന് നമ്മൾ എഴുതി. < ≤ 0യുടെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു പോർഷൻസിലാണ് < എന്ന് കിട്ടി. ദെൻ = പറയുമ്പോൾ എല്ലാ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും നമ്മൾ എടുക്കുക. സോ അപ്പോൾ നമുക്ക് എന്താണ് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്? x ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 2 യൂണിയൻ 4, 7 എന്ന് കിട്ടി.
ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വേവി കർവ് മെത്തേഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ പോർഷൻസുമായിട്ട് നമുക്ക് വരാം. ഓക്കെ.